നമസ്കാരം. ദക്ഷിണ ഉത്തര ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയ ഇസ്രായേൽ സേന റഫയിൽ ഹമാസുമായി നേരിട്ടുള്ള പോരാട്ടം ആരംഭിച്ചു. ഹമാസിന്റെ ഒളിസങ്കേതങ്ങൾ ഉൾപ്പെടെ തകർത്തതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ടാങ്കുകളുമായി റഫയിൽ മുന്നേറുന്ന ഇസ്രായേൽ സേനയെ തടഞ്ഞ് ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകർ കനത്ത റോക്കറ്റ് മോർട്ടാർ ആക്രമണം നടത്തി. ഹമാസിന് ആയുധം എത്തിച്ചിരുന്ന ഒരു പ്രമുഖനെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. അൽ നുസ്രത്തിൽ ഒരു അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ല. ഗാസയിലെങ്ങും കടുത്ത ഭക്ഷ്യക്ഷാമം തുടരുകയാണ്. പട്ടിണി മൂലം മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഏദൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ചരക്കു കപ്പലിന് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ 3 നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 24 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു. ഷാദിയിലെ വീട്ടിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ 10 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലും ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ആക്രമണം നടത്തി. അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരിൽ 7 പേർ കൊല്ലപ്പെട്ടു. സഹായ വിതരണം പുതിയ പ്രതിസന്ധികളെ നേരിടുകയാണെന്ന് UN ഏജൻസി വ്യക്തമാക്കി. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കടത്തുന്ന സംഘങ്ങൾ പെരുകി, പട്ടിണി വർദ്ധിച്ചു. ഓരോ ദിവസവും ശരാശരി 10 പലസ്തീൻ കുട്ടികൾക്ക് യുദ്ധത്തിൽ പരിക്കേറ്റ് കാലുകൾ നഷ്ടപ്പെടുന്നു. കഴിഞ്ഞ 50 ദിവസമായി ഗാസയിൽ സഹായ വിതരണ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതേസമയം റോയിട്ടേഴ്സ് റിപ്പോർട്ട് എന്ന അവകാശവാദത്തോടെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കും എന്ന ഒരു സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്നാൽ വൈറൽ സന്ദേശം നിഷേധിച്ച റോയിട്ടേഴ്സ് വക്താവ് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ലെബനനെ ആക്രമിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തുവെന്ന അവകാശവാദം തെറ്റാണെന്ന് വ്യക്തമാക്കി. റോയിട്ടേഴ്സ് അത്തരം വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ റോയിട്ടേഴ്സ് പ്രസ് ടീമും അവരുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിൽ വൈറൽ സന്ദേശം വ്യാജമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തു. റോയിട്ടേഴ്സ് വടക്കൻ ഇസ്രായേലിന് മുകളിലൂടെയുള്ള മിസൈൽ തടസ്സങ്ങളും തെക്കൻ ലെബനനിലെ വ്യോമാക്രമണങ്ങളും മൂലം വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ഗാസ സംഘർഷം ഒരു വിശാലമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് വ്യാപിക്കും എന്ന ഭയവും മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ US-ന്റെ നിലപാടും റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു. 2024 ജൂൺ 22 റിപ്പോർട്ട് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ ശ്രമങ്ങളെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. 2024 ജൂൺ 23 പ്രസിദ്ധീകരിച്ച ഇസ്രായേലിനെയും ലെബനനെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ റോയിട്ടേഴ്സ് റിപ്പോർട്ടിലും 48 മണിക്കൂറിനുള്ളിൽ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളും ഇല്ല. 2024 ജൂണിൽ നിന്നുള്ള ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് ഹൈഫയിലെ സെൻസിറ്റീവ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന നിരീക്ഷണ ഡ്രോൺ ഫുട്ടേജ് ഹിസ്ബുള്ള പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇത്തരം പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതെന്നാണ് നിഗമനം. അതേസമയം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയുടെ അടുത്ത സെക്രട്ടറി ജനറലായി ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടെ ഒക്ടോബർ 1 സ്ഥാനമേൽക്കും. എതിർ സ്ഥാനാർത്ഥി റുമാനിയ പ്രസിഡന്റ് ക്ലൗസ് യോഹാനിസ് കഴിഞ്ഞയാഴ്ച മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചതോടെയാണ് മാർക്ക് റുട്ടെ പദവി ഉറപ്പിച്ചത്. നിലവിലെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് 10 വർഷത്തിലേറെയായി ആ പദവി വഹിക്കുന്നു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനിന് ശക്തമായ പിന്തുണ നൽകുന്ന നാറ്റോയിൽ 32 അംഗരാജ്യങ്ങളാണുള്ളത്. കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചയുടൻ പ്രബല രാജ്യങ്ങളായ US, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നിവ മാർക്ക് റുട്ടെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു.